നമുക്കിനി അടുത്ത പാരാമീറ്ററിലേക്ക് നോക്കാം. ബീം വിഡ്ത്ത് എന്നാണ് പറയുന്നത്. ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ഡയറക്ടിവിറ്റി ഓഫ് ആന്റിന എന്ന് പറഞ്ഞ ഡയറക്ടിവിറ്റിയുടെ ഒരു മെഷറാണ് എന്ത് ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്ടിവിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഡയറക്റ്റീവ് ഗെയിനെയാണ് നമ്മൾ ഡയറക്ടിവിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ബീം വിഡ്ത്തിന്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ നമുക്കറിയാം ഒരു റേഡിയേഷൻ, അതിന്റെ ഒരു മേജർ ലോബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. മേജർ ലോബ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഗെയിൻ വരുന്നത്, അതായത് മാക്സിമം റേഡിയേഷൻ ഉണ്ടാകുന്ന ഇതാണ് നമുക്ക് മേജർ ലോബ് എന്ന് പറഞ്ഞെടുക്കുക. ഇത് മെയിൻ ലോബ് ആക്സിസ് ആണ്. ഈ ചെറുതെല്ലാം സൈഡ് ലോബ്സ് എന്നാണ് പറയുക. ഈ ബാക്കിൽ ഈ മേജർ ലോബിന്റെ നേരെ പുറകിലുള്ളതിന് നമുക്ക് ബാക്ക് ലോബ് എന്ന് പറയാം. ഈ സൈഡ് ലോബ്സ് ഇത്രയും എല്ലാത്തിനെയും നമുക്ക് കൂടിയാണ് നമുക്ക് മൈനർ ലോബ് എന്ന് പറയാം. മൈനർ ലോബില് റേഡിയേഷൻ മിനിമം ആയിരിക്കും. ഇതാണ് ഈ വലുതിനാണ് നമ്മൾ മേജർ ലോബ് എന്ന് പറയുക, അല്ലെ മെയിൻ ലോബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് ബീം വിഡ്ത്ത് എന്നുള്ള കേസാണ്. ആന്റിന ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വിഡ്ത്ത്, അതായത് ഇതിന്റെ ആംഗുലർ വിഡ്ത്ത്, ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. ആംഗുലർ വിത്ത് ഇൻ ഡിഗ്രീസിൽ നമ്മൾ എടുക്കും. എന്നിട്ട് മെഷർ എടുത്ത റേഡിയേഷൻ പറ്റും മേജർ ആയിട്ട് ഏതാണ് ഇവിടുത്തെ മേജർ ലോബ് ഏതാണെന്ന് നമ്മളിവിടെ നോക്കും. അതിന്റെ ഏകദേശം മിഡിൽ പോർഷനിൽ വരുമ്പോഴത്തേക്കുള്ള വിഡ്ത്ത് നമ്മൾ എടുക്കുന്നതാണ് നമുക്ക് ആന്റിന ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. Antenna beam width is an angular width in degrees measured on the radiation pattern അല്ലെങ്കിൽ major lobe between the points where radiated power has fallen to half its maximum value is called beam width. അതായത് ഇതൊരു മേജർ ലോബ് നമ്മൾ കൺസിഡർ ചെയ്തു. മേജർ ലോബിന്റെ മാക്സിമം റേഡിയേറ്റഡ് പവർ ഉണ്ട്, അതിന്റെ കൃത്യം പകുതി എടുക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ആംഗുലാർ മെഷർമെന്റ് നമ്മൾ എടുക്കും ഇൻ ഡിഗ്രീസിൽ. അതിനെയാണ് നമ്മൾ ആന്റിന ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3dB ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു കേസ് പഠിച്ചിട്ടുണ്ടല്ലോ. 3dB ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം വിഡ്ത്തിന്റെ ഹാഫ് പവർ പോയിന്റ് ഏകദേശം ഇവിടെ വരും. ഈ രണ്ട് ഹാഫ് പവർ പോയിന്റ്, ഈ ബീം വിഡ്ത്തിനെയാണ് നമ്മൾ ഹാഫ് പവർ ബീം വിഡ്ത്ത് അല്ലെങ്കിൽ 3dB ബീം വിഡ്ത്ത് എന്ന് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു ടേമും കൂടെ ഉണ്ട്. ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നൾ പോയിന്റ്സ് എന്നാണ് പറയുന്നത്. ആംഗുലർ വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നൾസ് ഓർ ഫസ്റ്റ് സൈഡ് ലോബ്സ് നോൺ ആസ് എ beam width between the first nulls of beam width and -10 dB down from the pattern maxima. അതായത് ഇതിന് മാക്സിമം പവറിന് -10 dB. ഇവിടെ നമ്മൾ എടുക്കുന്നത് 3dB ബീം വിഡ്ത്ത് ആണ് എടുക്കുന്നത്. ഇത് 10 dB ഡൗൺ എന്ന് പറഞ്ഞൊരു കേസിലാണ് നമ്മൾ ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് കേസിന് ഹാഫ് പവർ ബീം വിഡ്ത്ത്, ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇതിനെ നമ്മൾ 3dB ബീം വിഡ്ത്ത് എന്നാണ് പറയുക. മേജർ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റേഡിയേഷൻ ഉള്ള. ഇപ്പൊ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ പാറ്റേണിന്റെ ഓരോ പാർട്സിനെയാണ് നമ്മൾ ലോബ്സ് എന്ന് പറഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ബീം വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീം വിഡ്ത്തിന് ചേഞ്ചസ് ഉണ്ട്. ഷേപ്പ് ഓഫ് എ റേഡിയേഷൻ പാറ്റേൺ, അതായത് റേഡിയേഷൻ പാറ്റേണിന് ചേഞ്ച് വരിക, അതുപോലെ വേവ് ലെങ്ത്, അതിന്റെ ഡയമെൻഷൻസ്, ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ബീം വിഡ്ത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ബീം വിഡ്ത്തിന് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു കേസ് ഡയറക്ടിവിറ്റിയുടെ ഇതിനകത്ത് നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഡയറക്ടിവിറ്റി D is equal to 4π എന്ന് പറഞ്ഞ സോളിഡ് ആംഗിൾ പറഞ്ഞു, ഡിവൈഡഡ് ബൈ ബീം സോളിഡ് ആംഗിൾ ഓം എ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഓം എക്ക് പകരം ബീം ഏരിയ എന്നുള്ള കേസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയുമാണ് ബീം വിഡ്ത്തിനെ പറ്റി നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. നെക്സ്റ്റ് പാരാമീറ്റർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.